തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണങ്ങൾ രാഹുല് തെരുവുകൾ തോറും നടന്ന് കൊട്ടിപ്പാടുന്നതിന് പകരം നിങ്ങൾ സത്യവാങ്മൂലം നൽകി, ഇത് BJP പറയുന്നതല്ല, നരേന്ദ്രമോദി പറയുന്നതല്ല, നിങ്ങളുടെ പൂർവികർ പണ്ട് തയ്യാറാക്കിയ ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം ഇങ്ങനെ ഒരു പരാതി ഉന്നയിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യമായി ഇലക്ഷൻ കമ്മീഷന് നിങ്ങൾ ഒരു സത്യവാങ്മൂലം നൽകിയിട്ട് പരാതി നൽകൂ, ഞങ്ങൾ അന്വേഷിക്കാമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് അതിന് തയ്യാറല്ല. കാരണം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് രാഹുൽ ഈ പറയുന്നത് മുഴുവനും പച്ചക്കള്ളമാണ് എന്ന്. രാഹുൽ നിരത്തുന്ന ഓരോ ആരോപണവും നമ്മൾ വളരെ വ്യക്തമായി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് മുഴുവനും എന്താ പറയുക, കള്ളാരോപണങ്ങളല്ല, മണ്ടൻ ആരോപണങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. അതായത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് 25 ലോക്സഭാ സീറ്റുകളിൽ നേടിയ കള്ള വോട്ട് കൊണ്ടാണത്രേ. ഇനി മുഴുവനും കള്ളവോട്ട് കൊണ്ടാണ് എന്ന് ഇയാൾ പറഞ്ഞില്ല, അത്രയും സമാധാനം. 25 മണ്ഡലങ്ങളിൽ, ആ 25 മണ്ഡലങ്ങളിൽ 33,000-ൽ താഴെ വോട്ടാണ് അത്ര കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ പറയുന്നതിന്റെ ഒരു ലോജിക് ഇല്ലായ്മ. അതായത് 33,000-ന്റെ വോട്ടിൽ താഴെ കിട്ടിയ 25 മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഞങ്ങളായിരുന്നു ജയിക്കേണ്ടത്, ഞങ്ങളായിരുന്നു പറഞ്ഞാൽ കോൺഗ്രസ് ആയിരുന്നു ജയിക്കേണ്ടത്. എന്ത് ലോജിക്കാണപ്പ? അതുകൊണ്ട് നരേന്ദ്രമോദി അപ്പൊ ഇനിയിപ്പോ കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി വരുന്ന ദിവസങ്ങളിൽ അത്രയും നരേന്ദ്രമോദിക്കെതിരെ ഇവർ തെരുവിൽ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് കള്ളവോട്ടിലൂടെയാണ്, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് വോട്ട് കൊള്ളയിലൂടെയാണ്. ഇതാണ് ഇവർ നടത്താൻ പോകുന്ന ഒരു പ്രോപ്പഗണ്ട. പക്ഷേ ഇവിടുത്തെ ജനങ്ങള് അത്ര ഈ കോൺഗ്രസ്സുകാരുടെ അത്ര മണ്ടന്മാരാണെന്ന് ഞാൻ കരുതുന്നില്ല. ഈ കോൺഗ്രസ്സുകാർ മുഴുവൻ മണ്ടന്മാരാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, അല്ലേ? പക്ഷെ ഇവരുടെ നേതാവുണ്ടല്ലോ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ്, ഇതെങ്ങനെ സഹിക്കണപ്പാ നിങ്ങള്? ഇയാളെ കൊണ്ട് എത്ര കാലം നിങ്ങൾക്ക് പോകാൻ പറ്റും? കഴിഞ്ഞ 3 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വഴിക്കും പൊട്ടിയില്ലേ? കോൺഗ്രസ് ഇന്ത്യയിൽ ഏതാണ്ട് ഒരു ഉപ്പ് വെച്ച കലപ്പുരയില്ലേ? എത്ര സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ഭരിക്കുന്നുണ്ട്? കേരളത്തിലാണ് ഇനിയിപ്പോ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉള്ളത്. ഇതാ അടുത്ത് കേരളം ഭരണം പിടിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കണ്ടറിയണം, അതിലേക്ക് ഞാൻ വരാം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ ഇല്ലാത്ത ആരോപണങ്ങൾ ഇങ്ങനെ കെട്ടിപ്പൊക്കുന്നതൊന്നല്ല. വളരെ കൃത്യമായി നരേന്ദ്രമോദിയുടെ നയങ്ങളിൽ, നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ എന്തൊക്കെയാണ് അപാകത എന്ന് വളരെ കാര്യകാരണ സഹിതം നിങ്ങൾക്ക് പാർലമെന്റിൽ പറയാം, അതാത് സംസ്ഥാനങ്ങളുടെ നിയമസഭകളിൽ പറയാം. ഇനി പത്രസമ്മേളനം നടത്തി പറഞ്ഞോ, ജനങ്ങളോട് പറഞ്ഞോ, അതിലെന്ത് ഒരു തകരാറില്ല. ജനങ്ങളോട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദീകരിക്കാം. പക്ഷെ നിങ്ങൾ കൃത്യമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഇലക്ഷൻ കമ്മീഷൻ പോലുള്ള ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ നിങ്ങളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് അതിൻ്റെതായ വഴികളുണ്ട്, അതിൻ്റെതായ ചട്ടങ്ങളുണ്ട്. നിങ്ങൾക്ക് തോന്നിയ പോലെ പുറപ്പുറത്ത് നിന്ന് കൂവിയാൽ ഇത് നിയമപ്രകാരം ആകില്ല. നിങ്ങൾ സത്യവാങ്മൂലം നൽകണം, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, ഉത്തമ ബോധ്യത്തിലാണെന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തണം. അതിന് രാഹുൽ ഗാന്ധിക്ക് പറ്റില്ല. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പൊ എന്ന് പറഞ്ഞാൽ വേറെ ഏറ്റവും പ്രധാനം പറഞ്ഞാൽ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. കാലാകാലങ്ങളായി ഇവർ വിജയിക്കുന്നത് മുഴുവനും കള്ള വോട്ടിലൂടെയാണെന്ന് ഇതിലൂടെ തെളിയാണ്. കോൺഗ്രസ് ഇന്നേ വരെ ജയിച്ചത് മുഴുവനും വ്യാജ വോട്ടുകളിലൂടെ, കള്ള വോട്ടുകളിലൂടെയാണ് എന്ന് രാഹുൽ ഗാന്ധി പറയാതെ പറയുകയാണ്. കാരണം നമുക്കറിയാലോ, ബീഹാറില് വ്യാജ വോട്ടുകൾ, അതായത് ഇവിടുത്തെ പൗരത്വമില്ലാത്ത ആൾക്കാരുടെ, അന്യ രാജ്യങ്ങളിൽ നിന്ന് വന്ന ബംഗ്ലാദേശികളുടെ ഒക്കെ വോട്ടുകൾ കുത്തി നിറച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു വിജയം ഉണ്ടാക്കുന്നത്. ഇപ്രാവശ്യം ഈ പറഞ്ഞ വ്യാജ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയ വ്യാജന്മാരെ മുഴുവൻ നീക്കം ചെയ്തു. വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയ വ്യാജന്മാരെ മുഴുവനും നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയാണ് ഇവരുടെ കലാപം. അപ്പൊ യഥാർത്ഥത്തില് ബീഹാറിൽ കോൺഗ്രസ് തോൽക്കാൻ പോകുകയാണ്. അതിന്റെ വെപ്രാളം അല്ലെങ്കിൽ അതിന്റെ മുൻകൂർ ജാമ്യം എടുക്കലാണിത്. ഇനിയിപ്പം ധൈര്യമായിട്ട് പറയാലോ. അതായത് ബീഹാറിൽ തോറ്റ് തുന്നം പാടിയാലും പറയും, ഓ അത് കള്ളവോട്ട്, ഞങ്ങൾ തോറ്റാൽ കള്ളവോട്ട്, ഞങ്ങൾ ജയിച്ചാൽ അത് നല്ല വോട്ട്. എന്റെ രാഹുലെ, പണി മതിയാക്കി പോടോ, വേറെ വല്ല ജോലിയും ചെയ്ത് നയിച്ച് ജീവിക്കാൻ നോക്ക്. ഈ രാജ്യം കട്ടുമുടിച്ച് ഇത്രയും കാലം കൊള്ളയടിച്ചില്ലേ നിങ്ങളുടെ കുടുംബം? മതിയാക്ക്. ഇവിടെ കോൺഗ്രസിൽ എത്ര നേതാക്കന്മാരുണ്ട്? കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആത്മാവിന്റെ ഭാഗമാണ്, മനസ്സിലാക്കണോ? നീ വലിയ ഗാന്ധിന്റെ പേരും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. മഹാത്മാഗാന്ധി ആരാണെന്ന് ആദ്യം പഠിക്ക്. ഈ ഭരണഘടന എടുത്ത് കാണിങ്ങനെ പൊന്തിച്ച് പിടിക്കുന്നുണ്ടല്ലോ, ഭരണഘടന എന്ന് പറഞ്ഞിട്ട്. ആ ഭരണഘടനയാണ് നിന്റെ മുത്തശ്ശി,
ആ ഭരണഘടനയാണ് പിച്ച് ചീന്തിയത്, അറിയോന്നിരിക്കുക. എന്നിട്ട് ഇപ്പൊ ഭരണഘടന നീ ആദ്യം ഭരണഘടന പോയി പഠിക്കണം. അല്ലാതെ എന്താ പറയേണ്ടത് ഈ പൊട്ടനോട്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായി പറയേണ്ട, അതിൽ കടക്കുന്നില്ല. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളുണ്ടല്ലോ, മാധ്യമങ്ങള് ഒരു ബി ജെ പി വിരോധം RSS വിരോധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ രാഹുൽ പൊട്ടൻ എഴുന്നള്ളിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിന് ഭയങ്കരമായിട്ട് പ്രചാരണം നടക്കുന്നു. ഇതിന്റെയൊക്കെ ഭാഗമാണ് വോട്ട് പോരിൽ വിട്ടുവീഴ്ചയില്ല. വോട്ട് പോരിൽ വിട്ടുവീഴ്ചയില്ലാന്ന് ഇതിങ്ങനെ പോരടിച്ച് നടക്കുകയാണ് എന്നാണ് തലക്കെട്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ വളരെ വ്യക്തമായി പറയുന്നു, നിലപാടിൽ ഒരു മാറ്റമില്ല, ഞങ്ങൾ അന്വേഷിക്കാം. നിങ്ങൾ എന്ത് ചെയ്യൂ? നിങ്ങൾ കൃത്യമായി പരാതി തരൂ. ഞങ്ങളെടുത്ത് പരാതി ഉണ്ടാ. സത്യവാങ്മൂലത്തിൽ പറയും, വെറുതെ പരാതി അവിടെ ഇവിടെ എടുത്ത് താൻ പറയാം. സത്യവാങ്മൂലത്തിൽ അതിൻ്റെതായ നിയമം അനുസരിച്ച്, ഇത് നരേന്ദ്രമോദി കൊണ്ടുവന്ന നിയമമല്ല, നിങ്ങളുണ്ടാക്കിയ നിയമം, നിങ്ങളുണ്ടാക്കിയ ചട്ടങ്ങൾ, അതനുസരിച്ച് സത്യവാങ്മൂലം നൽകി പരാതി തരൂ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അപ്പം മാതൃഭൂമിയുടെ വാർത്ത ഇങ്ങനെയാണ്: വോട്ട് തട്ടിപ്പ് ആരോപണങ്ങൾക്ക് ചട്ടപ്രകാരം സത്യവാങ്മൂലം സഹിതം തെളിവ് നൽകാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒന്നുകിൽ സത്യവാങ്മൂലം നൽകൂ, അല്ലെങ്കിൽ വിശ്വാസയോഗ്യമല്ലാത്ത ആരോപണം ഉന്നയിച്ചതിന് രാജ്യത്തോട് മാപ്പ് പറയൂ എന്നാണ് കമ്മീഷന്റെ വെല്ലുവിളി. വളരെ കൃത്യമായ നിലപാടാണത്. ഒന്നുകിൽ നിങ്ങൾ സത്യവാങ്മൂലം നൽകി ആരോപണം കൃത്യമായി ഞങ്ങളോട് ഉന്നയിക്കൂ, പരാതിപ്പെടൂ. അതല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിലെ ജനങ്ങളോട് നിങ്ങൾ ചെയ്തത് മഹാ അപരാധമാണ്, അവരെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അവരോട് കള്ളത്തരം പറയുകയാണ്, നിങ്ങൾ മാപ്പ് പറയണം. അതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. വോട്ടർ പട്ടിക ഇലക്ട്രോണിക് രൂപത്തിൽ നൽകിയാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയത് വോട്ട് കവർച്ചയിലൂടെയാണെന്ന് തെളിയിക്കുമെന്ന് രാഹുൽ ഗാന്ധിയും തിരിച്ചടിച്ചു. രാജ്യത്തുടനീളം ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും ബംഗളൂരുവിൽ വോട്ടവകാശ പോരാട്ട റാലിയിൽ രാഹുൽ ആരോപിച്ചു. അവിടെ വോട്ടവകാശ പോരാട്ട റാലിയാണ് ബംഗളൂരുവിൽ നടത്തിയത്. അവിടെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതാണ്. വോട്ട് കവർച്ചയിലൂടെ നേടിയ 25 സീറ്റുകളുടെ പിൻബലത്തിലാണ് BJP അധികാരത്തിലേറിയത് എന്നും ആരോപിച്ചു. ഈ പൊട്ടൻ ആരോപിക്കുകയാണ് BJP അധികാരത്തിൽ കയറിയത് 25 മണ്ഡലങ്ങളിലെ ഇത്തരത്തിലുള്ള വോട്ട് കൊള്ളയിലൂടെയാണ് എന്ന് ആരോപിക്കുകയാണ്. അടുത്ത വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. അതായത് ഡോക്ടർ ഹാരിസിനെ വിടാതെ അധികൃതർ. നമുക്കറിയാലോ, നവീൻ ബാബുവിനെ കേരളത്തില് സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ, സർക്കാർ സർവീസിനുള്ള ഉദ്യോഗസ്ഥർ ജോലി ചെയ്യണമെങ്കിൽ അവർ അഴിമതിക്കാരാവണം, അവർ കൊള്ളക്കാരാവണം, നിറികെട്ടവരാവണം. കാരണഭൂതത്തിന്റെ കീഴിലുള്ള 20ഓളം മന്ത്രിമാരുടെ വാഴകളുടെ പോലെ വിവരം കെട്ടവരാവണം, അഴിമതിക്കാരാവണം, ധൂർത്തന്മാരാവണം, നിറികെട്ടവരാവണം, മനുഷ്യപ്പറ്റില്ലാത്തവരാവണം. എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാം. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നവീൻ ബാബുവിനെ പി പി ദിവ്യ എന്ന് പറയുന്ന എന്താ പറയാ, ധീരസഖാവ്, അങ്ങനെയാണ് പറയാ, ധീരസഖാവ്, നമ്മുടെ ധീരസഖാവ് പി പി ദിവ്യയാണ് അടുത്ത് ഈ പിണറായി എന്ന് പറയുന്ന കാരണഭൂതത്തിന് ശേഷം പ്രതീക്ഷയോടെ കേരളം, ഇന്ത്യ, ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആവേശത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ധീരസഖാവാണ് ചിന്താ ജെറോമും നമ്മുടെ പി പി ദിവ്യയും. അപ്പൊ പി പി ദിവ്യ നവീൻ ബാബുവിനെ കൊന്നു. ഈ കൊല്ലൽ പല രീതിയിലാണല്ലോ. ഒന്നുകിൽ TP ചന്ദ്രശേഖരനെ കൊന്ന പോലെ 51 വെട്ടുവെട്ടി കൊല്ലാം, ശരത് ലാലിനെയും കൃപേഷിനെയും കൊന്ന പോലെ അങ്ങനെ വെട്ടിയെരിഞ്ഞ് കൊല്ലാം. നമ്മുടെ എന്താ പറയാ, കാല് രണ്ടും വെട്ടിമാറ്റിയ സദാനന്ദൻ മാസ്റ്ററെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു, പക്ഷെ പറ്റിയില്ല. 2 കാലുകൾ വെട്ടിമാറ്റി, അതും മറ്റൊരു തരത്തിലുള്ള കൊലയാണ്. അതല്ലാതെ നിങ്ങൾക്ക് കൊല്ലാം. അങ്ങനെയാണ് ആരെ കൊന്നത്? നവീൻ ബാബുവിനെ കൊന്നത്. ആ സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ അപഹാസ്യനാക്കി, നിങ്ങൾ കൈക്കൂലിക്കാരനാക്കി. 2 ദിവസം കൊണ്ട് ഞാൻ തെളിയിക്കാനാ പറഞ്ഞത്. ഈ പി പി ദിവ്യ ആ മീറ്റിംഗിൽ വെച്ച് നവീൻ ബാബുവിനോട് പറഞ്ഞത്, നിങ്ങൾ കൈക്കൂലിക്കാരനാണ്, നിങ്ങൾ ഇമ്മാതിരി തോന്നിവാസം കളിച്ച ആളാണ്, ഞാൻ 2 ദിവസം കൊണ്ട് തെളിയിക്കുന്ന പോയതാണ്. ഇപ്പൊ മറ്റേ DYFIയുടെ മറ്റേത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് സ്ഥിതി. ഇതേ സംഭവമാണ് കേരളത്തിലെ ഏറ്റവും മനുഷ്യപ്പറ്റുള്ള, ഏറ്റവും മഹാനായ എന്ന് തന്നെ വിശേഷിപ്പിക്കട്ടെ ഡോക്ടർ ഹാരിസ്. കേരള ജനത ഒന്നടങ്കം വിധി എഴുതിയതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിന്റെ മേലധികാരിയായ, ആ ഡിപ്പാർട്ട്മെന്റ് തലവനായ, ഡിപ്പാർട്ട്മെന്റ് ഹെഡായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഈ ഹാരിസ് ചിറക്കൽ ഒരു സത്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജുകളിൽ മുഴുവൻ അപര്യാപ്തത കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. നിങ്ങൾക്ക് മന്ത്രിമാർക്ക് കാരണഭൂതത്തിന്റെ ശിങ്കിടികൾക്കും അസുഖം വന്നാൽ നിങ്ങൾക്ക് അമേരിക്കയിൽ പോവാം. അമേരിക്കയിൽ പോയി ഞങ്ങളുടെ പണം ഉപയോഗിച്ച്, ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയല്ല ഇത് കാരണഭൂതം.
ഇവിടത്തെ ഓരോ നികുതിദായകനും കൊടുക്കുന്ന പൈസ എടുത്തിട്ട് കോടികൾ ചെലവാക്കിയിട്ട് ദുബായ് വഴി അമേരിക്കയിൽ പോയി നിങ്ങൾക്ക് ചികിത്സിക്കാം. ഇവിടത്തെ ജനങ്ങൾ, ഇവിടുത്തെ പാവപ്പെട്ടവർ ചികിത്സക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുമ്പോൾ അവിടെ മരുന്നില്ല, ചികിത്സാ സംവിധാനങ്ങളില്ല, ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല, ഒന്നുമില്ല. യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ഹെഡായ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന മനുഷ്യരോട്, പാവപ്പെട്ടവരോട് സഹാനുഭൂതിയുള്ള, കരുണയുള്ള, മനുഷ്യപ്പറ്റുള്ള ആ ഡോക്ടർ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഒരുപാട് ഈ സിസ്റ്റം തകരാറിലാണ്. സിസ്റ്റം തകരാറിലാണെന്ന് പറയുന്നത് ഡോക്ടറെക്കാൾ ആദ്യം പറയുന്നത് ഇവിടുത്തെ മറ്റൊരു വാഴയാണ്. അറിയാലോ, വീണ ജോർജ് ആണ് പറഞ്ഞത് സിസ്റ്റത്തിന്റെ തകരാറാണ്, ഞങ്ങളുടെ തകരാറല്ല, കാരണഭൂതത്തിന്റെ തകരാറല്ല. കാരണഭൂതം എന്ന് പറയുന്ന കപ്പിത്താൻ, കപ്പലാടിയുലയുകയില്ല സാർ, ഞങ്ങളുടെ കപ്പിത്താനാണ് സാർ, മുങ്ങി തീർന്നു. ആ വീണയാണ് പറഞ്ഞത് ഈ സിസ്റ്റത്തിന്റെ തകരാറാണ്. അത് തന്നെയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലും പറഞ്ഞത്. സിസ്റ്റം ആകെ തകരാറിലാണ്. ആ തകരാറിലായ സിസ്റ്റം നന്നാക്കാതെ നിങ്ങൾ അതിനെ കൂടുതൽ കുഴപ്പത്തിലാക്കുകയാണെന്നാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത്. ഇവിടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഉപകരണങ്ങളാണ് വേണ്ടത്. ഇതൊന്നും ഇവിടെ ഇല്ല. പിന്നെ എങ്ങനെയാണ് ശസ്ത്രക്രിയ നടത്തുക എന്ന ഡോക്ടർ വളരെ വളരെ സങ്കടത്തോടെ ചോദിക്കുകയാണ്. വേദന കൊണ്ട് പിടയുന്ന രോഗികൾ വരുമ്പോ അവരോട് പറയാണ്, എന്താ ഇവിടെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ആ ഡോക്ടർ വേദനയോടെ പറയുകയാണ്. വേദനയോടെ പറഞ്ഞുപോയി. ഹാരിസിന് മിണ്ടാതിരിക്കായിരുന്നു. ഹാരിസിന് രാവിലെ തന്നെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വീണ ജോർജിന് ജയ പാഠമായിരുന്നു. നമ്പർ വൺ ആരോഗ്യ കേരളം, നമ്പർ വൺ ആരോഗ്യമന്ത്രി, നമ്പർ വൺ കാരണഭൂതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹാരിസ് ചിറക്കലിന് ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ ഹാരിസ് അങ്ങനെ ആയിരുന്നില്ല. ഒരു ഇരുചക്രവാഹനത്തിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു യൂറോളജി ഡോക്ടറായിട്ട് അദ്ദേഹം സഞ്ചരിക്കുന്ന ഇപ്പോഴും ഒരു ഇരുചക്ര വാഹനത്തിലാണ്. ആ ഡോക്ടർ പറഞ്ഞു, എനിക്ക് എന്റെ ബൈക്കിൽ അടിക്കാനുള്ള പെട്രോളിന്റെ പൈസ കിട്ടിയാൽ മതി, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോളും, എനിക്ക് വേറെ അതിമോഹങ്ങളൊന്നുമില്ല. ഒരു കാറ് പോലും വാങ്ങാത്ത അത്രക്കും ഡൗൺ ടു എർത്ത് ആയ ഒരു ഡോക്ടർ. ആ ഡോക്ടറാണ് സത്യം പറഞ്ഞത്. ഇവിടെ ആകെ കുത്തഴിഞ്ഞ നിലയിലാണ് എന്നൊന്നും ഡോക്ടർ പറഞ്ഞില്ല. പക്ഷേ ഡോക്ടറുടെ വാക്കുകളിലൂടെ, ഡോക്ടറുടെ ആ കൃത്യമായ വാക്കുകളിൽ ഡോക്ടർ വളരെ മാന്യമായിട്ടാണ് പറഞ്ഞത്. ഞാനിപ്പം പറയുന്ന ഈ അലമ്പ് വർത്താനൊന്നും പറഞ്ഞിട്ടില്ല. അലമ്പ് വർത്താനാണ് പറയേണ്ടത്. ഇവിടെ കുത്തഴിഞ്ഞു കിടക്കുകയാണ്, ഈ സിസ്റ്റം കുത്തഴിഞ്ഞു കിടക്കുകയാണ് എന്ന് നമുക്കറിയാം. കാരണം ആശുപത്രി കെട്ടിടം ഒന്ന് ആലോചിച്ച് നോക്കണം. ആശുപത്രി എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഇടമാണ്, അല്ലെ? മരണത്തിലേക്ക് പോകുന്ന ഓരോ മനുഷ്യനെയും കൈപിടിച്ച് ജീവിതത്തിലേക്ക് ഉയർത്തേണ്ട ബാധ്യതയാണ് ആ ദുരാലയങ്ങൾക്കുള്ളത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? വീണ ജോർജിന്റെ വീണുകിടന്നുരുളുന്ന ജോർജിന്റെ അധീനതയിലുള്ള ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഈ രോഗിക്ക് കൂട്ടിരിക്കാൻ വന്ന സ്ത്രീയെ വരെ കെട്ടിടം ഇടിച്ചു വീണ് കൊല്ലുന്നു. കെട്ടിടം ഈ ബുൾഡോസർ ഇട്ടിട്ട് ഇടിച്ചു വീണ് കൊന്നു എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ 13 വർഷം മുമ്പ് ഈ കെട്ടിടം ഏത് നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാം, ഇത് പ്രവർത്തന യോഗ്യമല്ല എന്ന് സർട്ടിഫൈ ചെയ്ത ഒരു കെട്ടിടത്തിലേക്ക് വീണ്ടും രോഗികളെ പറഞ്ഞയക്കുകയാണ്, രോഗികളുടെ കൂട്ടിരിപ്പുകാരെ പറഞ്ഞയക്കുകയാണ്. അത് അടച്ചുപൂട്ടുന്നതിന് പകരം, അല്ലെങ്കിൽ അത് ഇടിച്ച് നിരപ്പാക്കുന്നതിന് പകരം. എന്നിട്ട് ആ കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ ഒരു മനസാക്ഷിത്വമില്ലാതെ പറയുകയാണ് അതിനുള്ളിൽ ആരുമില്ല. യഥാസമയം അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ആ വീട്ടമ്മയെ രക്ഷിക്കാമായിരുന്നു, ബിന്ദു എന്ന വീട്ടമ്മയെ രക്ഷിക്കാമായിരുന്നു. അവിടെ ആരുമില്ല എന്ന് ഈ കണ്ണിൽ ചോരയില്ലാത്ത ഈ വീണ മന്ത്രി പറഞ്ഞു. അങ്ങനെ ഒരു സ്ത്രീയെ, ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മയെ കുരുതി കൊടുത്തു. ഇതാണ് സിസ്റ്റം. ഇത്തരം സിസ്റ്റത്തിനെതിരെയാണ്, അല്ലെങ്കിൽ ഈ സിസ്റ്റം നന്നാക്കണം എന്ന സതുദ്ദേശത്തോടെയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ കാര്യങ്ങൾ പറഞ്ഞത്. പിന്നീട് എങ്ങനെയാണോ നവീൻ ബാബുവിനെ കൊന്നത്, അതേപോലെ ഡോക്ടർ ഹാരിസിനെ കൊല്ലാനുള്ള ശ്രമമാണ് വീണ ജോർജിന്റെ പരിവാരങ്ങളായ ദുർഭൂതങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും പ്രിൻസിപ്പാളും ഒരു പത്രസമ്മേളനം നടത്തി. എന്താ പത്രസമ്മേളനം നടത്തിയെന്നറിയോ? ഈ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്നത് കള്ളനാണ്, ഇയാൾ കള്ളനാണ് എന്നാണ് ഈ രണ്ടുപേര് പത്രസമ്മേളനത്തിൽ പറഞ്ഞ് ഇവരെ പറയിപ്പിക്കുകയായിരുന്നു. ഈ ഒരു പത്രസമ്മേളനം നടക്കുമ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വിളി, ആ സാർ പറയാം സാർ, അങ്ങനെ പറയാം സാർ, മറ്റേത് മുഴുവൻ വായിക്കാം സാർ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പത്രസമ്മേളനം നടത്തുന്നത്. ഇയാളെ കള്ളനാക്കാൻ, ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കള്ളനാക്കാൻ, അങ്ങനെയാണല്ലോ സത്യം പറയുന്നവരെ മുഴുവൻ കള്ളനാക്കുക. മാത്യു കുഴൽനാടൻ വീണ, മറ്റേ വീണ, ഏത് വീണ? മുഖ്യമന്ത്രിയുടെ മകൾ വീണ.
ആ വീണയെക്കുറിച്ച് നിയമസഭയിൽ പറഞ്ഞപ്പോഴാണ്, സത്യങ്ങൾ പറഞ്ഞപ്പോഴാണ് കാരണഭൂതം ഈ കുഴൽനാടനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പി സി ജോർജ് സത്യം പറഞ്ഞപ്പോൾ പി സി ജോർജിനെ പിടിച്ച് ജയിലിലിട്ടു. ഇവിടെ ആരൊക്കെ സത്യം പറയുകയാണെങ്കിലും സത്യം പറഞ്ഞവരെ മുഴുവൻ വെട്ടി നിരത്തുക, 51 വെട്ടി കൊല്ലുക, അല്ലെങ്കിൽ ഇവർക്കെതിരെ പെണ്ണ് കേസ് കൊടുക്കുക, അതല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുക, ഇവർക്കെതിരെ നിയമ നടപടി എടുക്കുക, ഇവിടെ കള്ളന്മാരാക്കുക. ഇങ്ങനെയൊരു ഭരണം നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ പറയുന്ന ഡോക്ടർ ആദ്യത്തെ ദിവസം വീണ പറഞ്ഞത് ഈ നല്ല ഡോക്ടറാണ്, രണ്ടാമത്തെ ദിവസം കാരണഭൂതം പറഞ്ഞു ഇങ്ങനെയൊന്നും മിണ്ടാൻ പാടില്ല, കാരണഭൂതം അമ്മാതിരി ഡയലോഗ് ഒന്നും ആരും അടിക്കരുത് കേട്ടോ. അതായത് ഒരു അനൗൺസ്മെന്റ് പോലും, ഒരു നല്ലൊരു അനൗൺസ്മെന്റ് പോലും താങ്ക് യു സാർ, താങ്കളുടെ പ്രസംഗത്തിന് നന്ദി സാർ എന്ന് സ്വാഭാവികമായ ഒരു ആങ്കർ പറഞ്ഞപ്പോൾ അമ്മാതിരി ഡയലോഗ് ഒന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. ഇയാളെ എങ്ങനെ വിശേഷിപ്പിക്കേണ്ടത്? കാരണഭൂതം, പരനാറി, നികൃഷ്ടൻ എന്നൊക്കെ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ദുർഭൂതം പറഞ്ഞതാണ്. ഈ പറയുന്ന കാരണഭൂതം പറഞ്ഞ വാക്കുകളാണ്. ഞാൻ അതാണ് വീണ്ടും ആവർത്തിക്കുന്നത്. ആരും തെറ്റിദ്ധരിക്കേണ്ട. എന്തിനാണ് പിണറായി വിജയനെ ഈ കാരണഭൂതം എന്ന് വിളിക്കുന്നത്? കാരണഭൂതം എന്ന് വിളിച്ചത് ഇവിടെ തിരുവാതിര പാട്ടിലാണ് കാരണഭൂതം എന്ന് വിശേഷിപ്പിച്ചത്. കാരണഭൂതൻ എന്നായിരുന്നു. ആ കാരണഭൂതൻ എന്നുള്ളത് നമ്മൾ കാരണഭൂതം എന്നാക്കി, രണ്ടും തന്നെ. പിന്നീടാണ് പരനാറി എന്ന് വിളിച്ചത് പ്രേമേന്ദ്രനെ പിണറായി വിജയനെ പരനാറി എന്ന് വിളിക്കാമെങ്കിൽ പിണറായി വിജയനെ നമുക്ക് എത്ര പ്രാവശ്യം പരനാറി എന്ന് വിളിക്കാം? ധീരനായ സഖാവായ ടി പി ചന്ദ്രശേഖരനെ കൊലക്ക് കൊടുത്തിട്ടും 51 വെട്ടി കൊന്നിട്ടും അയാൾ കുലം കുത്തിയാണെന്ന് പറയുന്ന താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിക്കുന്ന എഡോ ഗോപാലകൃഷ്ണ എന്ന് മാന്യനായ പത്രപ്രവർത്തകനെ വിളിക്കുന്ന അധമനായ മനുഷ്യനെ പിന്നെ എങ്ങനെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത്? കാരണഭൂതം എന്നല്ലാതെ ഇരട്ടച്ചങ്ങൻ എന്ന് വാഴ്ത്തുപാട്ട് പാടണം. വാഴ്ത്തുപാട്ടിലൊക്കെ ഉള്ളത് കഴുകൻ, ഫീനിക്സ് പക്ഷി, കഴുതപ്പുലി എന്നൊക്കെയാണല്ലോ. അങ്ങനെയാണോ പറയേണ്ടത്? അപ്പൊ പറഞ്ഞു വരുന്നത്, ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ വീണ ജോർജ് പിന്നെ നടത്തിയ എന്താണെന്നറിയോ? ഇയാൾ കള്ളനാണ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ അധീനതയിലുള്ള അല്ലെങ്കിൽ ഇയാളുടെ ഉത്തരവാദിത്വത്തിലുള്ള ഒരു ഉപകരണം, മോഴ്സിലോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം, അതിന് 20 ലക്ഷം വിലയുള്ള ഒരു ഉപകരണം കാണാനില്ല, ഇയാൾ കട്ടുകൊണ്ടുപോയി. വീണ ജോർജ് പറഞ്ഞതാണ്. എന്ത് ഈ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള നടപടി, അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇത്തരം കാര്യങ്ങളൊന്നും അവിടെ സർക്കാരിന്റെ എന്ത് വീഴ്ചകൾ ഉണ്ടെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മിണ്ടരുത് എന്ന് പറയുന്ന സർവീസ് ചട്ടപ്രകാരം ഇയാൾ കുറ്റം ചെയ്തു എന്ന് പറയുന്ന ഒരു അന്വേഷണ കമ്മീഷൻ നിയമിക്കുകയും അന്വേഷണ കമ്മീഷനിലൂടെ അവിടെ എന്തോ ഒരു ഉപകരണം, മോഴ്സിലോസ്കോപ്പ് എന്ന ഉപകരണം കാണാനില്ല എന്നൊരു റിപ്പോർട്ട്, അവിടെ ഉപകരണങ്ങൾ വല്ലതും കാണാതായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനൊന്നും ആയിരുന്നില്ല ഈ അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. ഈ ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്താണ് കൃത്യവിലോപം ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ നടപടിക്രമങ്ങളിൽ എന്ത് വീഴ്ചയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഈ ഹാരിസ് ചിറക്കൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ? ഈ അപാകതകളുണ്ട്, ഈ സിസ്റ്റത്തിന് തകരാറുകളുണ്ട്, ഇവിടെ ചികിത്സാ സൗകര്യങ്ങൾ കുറവാണ്, ആവശ്യമായ ചികിത്സാ ഉപകരണങ്ങൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടാലും ദിവസങ്ങളെല്ലാം, ആഴ്ചകളെല്ലാം, മാസങ്ങൾ കഴിഞ്ഞാലും അവയൊന്നും എത്താറില്ല. ഇതിനു വേണ്ടിയിട്ട് പരാതിപ്പെടേണ്ട സ്ഥലങ്ങളിൽ പരാതിപ്പെടുന്നു, ഉത്തരവാദപ്പെട്ടവരെ എഴുതി അറിയിക്കുന്നു, കത്തെഴുതി അറിയിക്കുന്നു. അല്ലാതെ മന്ത്രിയുടെ ഓഫീസിൽ വരെ കയറി ഇറങ്ങി ചെരുപ്പ് തേഞ്ഞു പോകുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും ഈ പറയുന്ന ഒരു കാര്യവും സംഭവിക്കുന്നില്ല എന്ന് പറയുന്ന ഡോക്ടർ ഹാരിസ് പറഞ്ഞതെല്ലാം ശരിയാണോ? ഇതൊക്കെ അന്വേഷിക്കാനാണ് അന്വേഷണ കമ്മീഷൻ ഇതൊക്കെ അന്വേഷിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് മുഴുവൻ ശരിയാണ്. ആ കൂട്ടത്തിൽ ഒരു വരി എഴുതി ചേർത്തു, അവിടുത്തെ ഏതോ ഒരു ഉപകരണം കാണാനില്ല. പ്പോൾ വീണക്ക് ഭയങ്കര ആവേശമായി, ത്രില്ലായി പത്രക്കാരെ വിളിച്ച് പറഞ്ഞു ഡോക്ടർ ഹാരിസ് കള്ളനാണ്, ഇതാ അവിടെ ഒരു ഉപകരണം കാണാനില്ല, 20 ലക്ഷത്തിന്റെ ഉപകരണം കാണാനില്ല. ഹാരിസിനോട് പത്രക്കാർ ചോദിച്ചു, എന്താ ഡോക്ടറെ ഡോക്ടറെ കട്ടുകൊണ്ടുപോയി, ഡോക്ടറെ കള്ളനാണ്, ഡോക്ടറെ മോഷ്ടാവാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഹാരിസ് അദ്ദേഹത്തിന്റെ ആ വളരെ നിഷ്കളങ്കമായ മുഖത്തോടെ ഹാരിസ് പറഞ്ഞു 2 കാര്യങ്ങൾ. ഒന്ന്, ആ ഉപകരണത്തിന് 20 ലക്ഷമില്ല, ആ ഉപകരണത്തിന് 14 ലക്ഷമേ വിലയുള്ളൂ. അതിന്റെ പേര് മോഴ്സിലോസ്കോപ്പ് എന്നാണ്. ആ ഉപകരണം അവിടെ തന്നെയുണ്ട്. അത് പക്ഷെ ഞങ്ങൾ ഉപയോഗിക്കാറില്ല. അത് വർഷങ്ങൾക്ക് മുമ്പ് മറ്റേതോ ഡോക്ടർ, പണ്ടത്തെ ഏതോ ഒരു ഡോക്ടർ വാങ്ങി വെച്ചതാണ്. പക്ഷെ ആ ഉപകരണം പ്രവർത്തനക്ഷമമല്ല. അത് ഉപയോഗിച്ച് ഏതോ ഒരു രോഗിക്ക് മാത്രമേ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളൂ. എന്തോ ഭാഗ്യത്തിന് ആ രോഗി രക്ഷപ്പെട്ടതാണ്. അത് ഒട്ടും പ്രായോഗികമല്ലാത്തൊരു ഉപകരണമാണ്. മാത്രമല്ല, ആ ഉപകരണം എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് പോലും ഇവിടുത്തെ പല ആൾക്കാർക്കും അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ പരിചയമുള്ള ആൾക്കാർ ആരുമില്ല. മാത്രമല്ല, അത് ഒട്ടും യൂസ്ഫുൾ ആയ ഒരു ഉപകരണമല്ല. അതുകൊണ്ട് അത് ഞങ്ങൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രി ആകെ എന്താ പറയാ, നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ ഒരു പ്രയോഗം പറയുന്നുണ്ടല്ലോ, ഞാനിവിടെ പറയുന്നില്ല, അതായി ഉടുത്തതിൽ അറിയാലോ.
അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആരോഗ്യമന്ത്രി ആകെ അങ്കലപ്പല. അതല്ല, ഞാനല്ല പറഞ്ഞത്, ആ അന്വേഷണ സംഘം പറഞ്ഞതാണ്. അന്വേഷണ സംഘം പറഞ്ഞതൊക്കെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടില്ല. അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. എന്നിട്ട് അതിലുള്ള ഒരു വരി അത് ആരെഴുതി ചേർത്തെന്ന് പോലും അറിയില്ല. എന്നിട്ട് ഡോക്ടറെ കള്ളനാക്കി. അപ്പോഴാണ് രണ്ട് ശിങ്കിടിമാർ, ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രണ്ട് ശിങ്കിടിമാർ, ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലും അവിടുത്തെ സൂപ്രണ്ടും കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയത്. പത്രസമ്മേളനത്തിൽ ഇവർ അടിച്ചു. അതിന്റെ ഇടയിൽ ഇവർ പറഞ്ഞ കാര്യങ്ങൾ, അതെ അവിടെ ഈ ഉപകരണം ശരിക്കും ഇയാള് കട്ടുകൊണ്ടുപോയത് തന്നെയാണ്. അത് കട്ടുകൊണ്ടുപോയത് തന്നെയാണ്. ഈ ഹാരിസ് ചിറക്കല് അപകടത്തെ ഉപകരണം കട്ടുകൊണ്ടുപോയതാണ്. പക്ഷേ ഈ അന്വേഷണമൊക്കെ വന്നപ്പോൾ മൂപ്പര് എന്ത് ചെയ്തു അറിയാം? മൂപ്പര് പുതിയൊരു ഉപകരണം വാങ്ങിയിട്ട് അവിടെ കൊണ്ടുവച്ചു. അതിന്റെ ബില്ല് സഹിതം അവിടെ ഉണ്ടെന്നേ. അവിടെ ഈ ഉപകരണം മൂപ്പര് കട്ടുകൊണ്ടുപോയി ഉപകരണം. ഏത്? മോഴ്സിലോസ്കോപ്പ്, 20 ലക്ഷത്തിന്റെ മോഴ്സിലോസ്കോപ്പ് മൂപ്പര് കട്ടുകൊണ്ടുപോയതാണ്. പക്ഷേ ഈ വാർത്ത പുറത്തായപ്പോണ്ടല്ലോ മൂപ്പര് ഇതാണ്ട് വാങ്ങി വെച്ചു, പുതിയതൊരെണ്ണം വാങ്ങി വെച്ചു. അതിന്റെ ബില്ലൊക്കെ അവിടെ ഉണ്ട്. മാത്രമല്ല, ഞങ്ങൾ CCTV ഒക്കെ നോക്കി, അപ്പോൾ ഉണ്ട് ഒരാള് ഈ പെട്ടിയൊക്കെ താങ്ങി പിടിച്ച് കൊണ്ടുവരുന്നു. പിന്നെ മൂപ്പര് മുറി പൂട്ടിയിട്ട് പോയതിന് ആലിസ് ചെറുക്കൽ ലീവിലാണല്ലോ. ആലിസ് ചെറുക്കൽ ലീവിലാണ്. ഇന്നാണ് അദ്ദേഹം രണ്ടാമത് റീജോയിൻ ചെയ്യുന്നത്. അത് ആ മുറി പൂട്ടക്കെട്ട് തുറന്ന് അവർ നോക്കി കഴിഞ്ഞപ്പോൾ അതിനുള്ളിൽ ആ 2 പെട്ടി കിടക്കുന്നു. ആ പെട്ടിയിലെ മോഴ്സിലോസ്കോപ്പ്. അപ്പൊ ഈ മോഴ്സിലോസ്കോപ്പ് ഈ ഡോക്ടർ വാങ്ങി വെച്ചതാണ്. അപ്പൊ ഡോക്ടർ കള്ളനാണ്, കള്ളൻ എന്ന് ഈ പറയുന്ന ഈ പ്രിൻസിപ്പലും സൂപ്രണ്ടും ഇന്നലെ പത്രസമ്മേളനത്തിൽ പറയുകയാണ്. ഇതൊക്കെ പറയിപ്പിക്കുന്നത് ഒരു ഫോൺ കോൾ, മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്ന ഒരു ഫോൺ കോൾ. മന്ത്രി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ എല്ലാ മാധ്യമ പ്രവർത്തകർക്ക് അറിയാം. ആരോഗ്യവകുപ്പ് ഡിപ്പാർട്ട്മെന്റിൽ ഭരണം നടത്തുന്നത് വീണ ജോർജ് അല്ല. വീണ ജോർജിന് ഒരു ചുണ്ണാമ്പ് അറിയില്ല. പകരം നടത്തുന്നത് അവിടെ മറ്റൊരു സഖാവാണ്, പേഴ്സണൽ സെക്രട്ടറിയായ ഒരു സഖാവാണ് കാര്യങ്ങൾ അവരുടെ ഇംഗീതത്തിനനുസരിച്ച് നടക്കുന്നത്. കാരണഭൂതം ഒപ്പിട്ട് കൊടുക്കുന്ന പോലെ ഒപ്പിടേണ്ട സ്ഥലങ്ങളിലൊക്കെ ഒപ്പിടുക എന്ന് മാത്രമേ ഈ വീണ ജോർജിന് എന്താ പറയാ പണിയുള്ളൂ. അത്രയേ ഉള്ളൂ പണി. പിന്നെ ഈ പറഞ്ഞും കണ്ട് ഈ വിവരമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പത്രക്കാരോട് പറയുക. അങ്ങനെയാണ് പറഞ്ഞത് ഇയാൾ കള്ളനാണ് എന്ന്. അവസാനം ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു, അവിടെ കണ്ട ആ ഉപകരണം, പെട്ടിയിൽ വന്ന ഉപകരണം മോഴ്സിലോസ്കോപ്പ് അല്ല. മോഴ്സിലോസ്കോപ്പ് അവിടുത്തെ ഉണ്ടല്ലോ, അതാരും കൊണ്ടുപോയിട്ടില്ലല്ലോ. ഈ ഉപകരണം എന്ന് പറയുന്നത് നെഫ്രോസ്കോപ്പാണ്. അത് വേറൊരു ഉപകരണമാണ്. ഈ നെഫ്രോസ്കോപ്പ് 2 എണ്ണം കേട് വന്നപ്പോൾ അത് കേട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് അതിന്റെ എന്താ പറയാ അത് നന്നാക്കുന്ന ഇടത്തേക്ക് കൊറിയർ അയച്ചിരുന്നു. പക്ഷെ അവര് 2 ലക്ഷം രൂപ അത് നന്നാക്കാൻ വേണ്ടി ആവും എന്ന് പറഞ്ഞു. പക്ഷെ 2 ലക്ഷം രൂപ നമ്മുടെ കൊടുക്കാനുള്ള പ്രത്യേക സംവിധാനം ഇവിടെ ഇല്ല. അതുകൊണ്ട് ആ ഉപകരണം തിരിച്ചയക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് ആ കമ്പനി തിരിച്ചയച്ചത്. അതാണ് അതിന്റെ ഒരു എന്താ പറയാ ഒരു റിസീവിംഗ് ചെലാനോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് അവിടെ ഉള്ളത്. അതായത് ബില്ലൊന്നല്ല. ഡോക്ടർ, അതായത് ഈ പറഞ്ഞ പൊട്ടന്മാർക്ക്, ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പ്രിൻസിപ്പലിനും ഇത് മോഴ്സിലോസ്കോപ്പ് അല്ല, നെഫ്രോസ്കോപ്പ് ആണ് ഈ സാധനം. ഇത് ഈ ഒരു റിസീവിംഗ് ചലാൻ ആണ്, ഇത് ബില്ലല്ല എന്ന് പോലും ഇവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത കൂട്ടത്തിൽ ഒരുത്തനെ ബലിയാടാക്കാൻ എന്തൊരു ആവേശമാണെന്ന് അറിയോ? ഡോക്ടർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഹാരിസ് ചെറുക്കൽ പറഞ്ഞു ഇതാണ് സംഭവിച്ചത്. അവസാനം ഈ കമ്പനി, ഏത് കമ്പനി, ഈ 2 ഉപകരണങ്ങൾ നന്നാക്കാൻ വേണ്ടി കൊടുത്തയക്കുകയും അവിടെ നന്നാക്കാൻ പറ്റാത്തത് കൊണ്ട് തിരിച്ചയക്കുകയും ചെയ്ത ഈ കമ്പനിയും ന്യൂസ് ചാനലുകളിലൊക്കെ പറഞ്ഞു ഇതാണ് സത്യം, അതല്ല മോഴ്സിലോസ്കോപ്പ് അല്ല, അത് നെഫ്രോസ്കോപ്പാണ്. ഒന്നും അവിടുന്ന് മോഷണം പോയിട്ടില്ല. ഒന്ന് നോക്കണേ. ഈ ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് എറിഞ്ഞ് കൊല്ലുക. ഇതാണ് പിണറായി വിജയന്റെ സൽഭരണം. നിങ്ങൾക്ക് എല്ലാവർക്കും സീരിയാജി പറഞ്ഞ സാധനം വരുന്നില്ലേ? മറ്റേ കോൾ, അങ്ങനെ സീരിയാജി പറഞ്ഞിരുന്നു. എനിക്കിങ്ങനെ കോൾ മയിർ വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇത് കേട്ടപ്പോൾ ഒരു കോൾ മയിർ തോന്നില്ലേ? കാരണം പിണറായിയുടെ ഭരണത്തിന്റെ പ്രത്യേകത. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇനി ഒരു മനുഷ്യനും ഈ സർക്കാർ തലത്തിലുള്ള ഒരു അഴിമതിയെക്കുറിച്ചും ഒരു ഇല്ലായ്മയെക്കുറിച്ചും ഒരു തകരാറിനെ കുറിച്ചും മിണ്ടില്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പിണറായിയുടെ അമേദ്യം വാങ്ങി നക്കി തിന്നും. എന്നിട്ട് പറയും ഓ ഭയങ്കരം. OV വിജയന്റെ ധർമ്മപുരാണം വീണ്ടും ഒരിക്കൽ കൂടി വായിക്കണം, അറിയണമെങ്കിൽ. എങ്ങനെയാണ് അധികാരം ഏത് വിധമാണ് ദുഷിക്കുക, അധികാരം ദുഷിക്കുമ്പോൾ കൂടെ നടക്കുന്ന സ്തുതിപാടകർ ഏത് വിധമാണ് സ്തുതി പാടുക, അമേദ്യത്തിന് വരെ മാധുര്യം കൽപ്പിക്കുന്നവർ. അതാണിപ്പം കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഡോക്ടർ ഹാരിസിനെ വിടാതെ അധികൃതർ. ഇന്ന് പുറത്തിറങ്ങിയ പത്രങ്ങളിൽ
എല്ലാ പത്രങ്ങളും ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് സംഭവം എന്ന് കൃത്യമായി ഒന്നാം പേജിൽ പറഞ്ഞ പത്രം മാതൃഭൂമിയാണ്. പിന്നീട് കേരളകൗമുദിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മലയാള മനോരമ, മാതൃഭൂമി, മാധ്യമമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിങ്ങനെ കാട് കയറി ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഒറ്റ വായനയിൽ, കാരണം പഴയ പോലെയല്ല, ഇപ്പോൾ വായനക്കാർക്ക് മുഴുവൻ വായിക്കാനുള്ള സമയമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ മാതൃഭൂമിയുടെ വാർത്ത ജസ്റ്റ് നോക്കാം, എങ്കിൽ കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാനിപ്പം പറഞ്ഞതുകൊണ്ട് ഞാനെന്ത് ഉണ്ടാക്കി പറഞ്ഞൊന്നുമില്ല, ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ഞാനൊന്നും എന്റെ കയ്യിൽ നിന്ന് ഇട്ടിട്ടില്ല. അതൊക്കെയാണ് ഇന്നലെ സംഭവിച്ചത്. ഇവരുടെ വരികൾക്കിടയിലുള്ള ചില വാക്കുകൾ ഞാൻ കൂട്ടിച്ചേർത്ത്, അത്രയേ ഉള്ളൂ. ഇതൊക്കെ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഡോക്ടർ ഹാരിസിനെ വിടാതെ അധികൃതർ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണ്: മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസിനെ വീണ്ടും സംശയ നിഴലിൽ നിർത്തിക്കൊണ്ട് പ്രിൻസിപ്പലിന്റെയും ആശുപത്രി സൂപ്രണ്ടിന്റെയും പത്രസമ്മേളനം. ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശാനുസരണമാണ് പത്രസമ്മേളനമെന്ന് സംശയിക്കുന്നു. ഓക്കെ, ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ അന്വേഷിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ മോഴ്സിലോസ്കോപ്പ് എന്ന ഉപകരണം യൂറോളജി വിഭാഗത്തിൽ നിന്ന് കാണാതായതായി പറഞ്ഞിരുന്നു. ഇതിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രി വീണ ജോർജും പറഞ്ഞിരുന്നു. അതൊരു ഭീഷണിപ്പെടുത്തലായിരുന്നു. ഉപകരണം കണ്ടെത്തിയെങ്കിലും അത് പുതുതായി വാങ്ങിവെച്ചതാണോ എന്ന സംശയം പ്രകടിപ്പിക്കും വിധമായിരുന്നു വെള്ളിയാഴ്ച നടന്ന പത്രസമ്മേളനം. ഡോക്ടർ ഹാരിസിന്റെ ഓഫീസിൽ നിന്ന് മോഴ്സിലോസ്കോപ്പ് എന്നെഴുതിയ ഓഗസ്റ്റ് 2 ബിൽ കിട്ടിയെന്ന് പ്രിൻസിപ്പൽ വിശദീകരിച്ചു. എന്നാൽ ബിൽ മോഴ്സിലോസ്കോപ്പിന്റേതല്ല എന്നും അറ്റകുറ്റപ്പണിക്കായി നൽകിയിരുന്ന നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണം തിരിച്ചയച്ചതിന്റേതാണെന്നും ഡോക്ടർ ഹാരിസും സ്ഥാപന ഉടമയും, അതായത് തിരിച്ചയച്ച ആ സ്ഥാപന ഉടമയും വ്യക്തമാക്കി. ഇത്രയേ ഉള്ളൂ. ഇതാണ് സംഭവം. മനസ്സിലായല്ലോ? ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഏതായാലും നവീൻ ബാബുവിനെ പോലെ അത്രക്കും ഒരു ലോല ഹൃദയനായിരുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹം ആത്മഹത്യയല്ല അഭയം, ആത്മഹത്യക്കും അപ്പുറം വേറെ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു ബോധ്യം ഡോക്ടർ ഹാരിസിന് ഉണ്ട് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ മനുഷ്യനും നവീൻ ബാബുവിന് വഴി തെരഞ്ഞെടുക്കുമായിരുന്നു. അപ്പോഴും പൊട്ടിപ്പാടും ഞങ്ങൾ ഡോക്ടർ ഹാരിസിനൊപ്പമാണ് എന്ന് വീണ ജോർജ് മുതൽ കാരണഭൂതം മുതൽ MV ഗോവിന്ദൻ വരെ ഇവിടെ ഇരുന്ന് ഉച്ചത്തിൽ ആർത്തു വിളിക്കുമായിരുന്നു, ഞങ്ങൾ ഡോക്ടർക്കൊപ്പമാണ്. ഇപ്പോഴും പറയാണല്ലോ ഞങ്ങൾ നവീൻ ബാബുവിനൊപ്പമാണ് എന്ന്. PP ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് അന്വേഷണം ആവിധം നടത്തി ആ മനുഷ്യനെ വീണ്ടും കുറ്റക്കാരനാക്കുന്ന കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. മഞ്ജുഷ, നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ, ഇത് പുനരന്വേഷണം നടത്തണം, തുടരന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് കൂട്ടരെ കേരളത്തിലെ കാഴ്ചകൾ. ഈ ആദ്യത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിഷയങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.